നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട അനിയത്തിയും കൂട്ടുകാരിയും സഹപ്രവർത്തകയൊക്കെയായ എൻ്റെ ദേവിചന്ദനയുടെ നൃത്തവിദ്യാലയമായ നൃപാലയിലെ 11 കുഞ്ഞുങ്ങൾ ഈ വരുന്ന 9-ാം തീയതി അരങ്ങേറ്റം കുറിക്കുകയാണ്. അവർക്ക് മാത്രമല്ല അവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ദേവിക്കുട്ടിക്കും ഓൾ ദി ബെസ്റ്റ്. അല്ലെങ്കിലും ദേവിക്കും അവിടെയുള്ള നൃത്തവിദ്യാലയത്തിനും അവിടെയുള്ള കുഞ്ഞുങ്ങൾക്കും ഒക്കെ എപ്പോഴും എൻ്റെ പ്രാർത്ഥന അനുഗ്രഹം ഉണ്ട്. എങ്കിലും ഈ അരങ്ങേറ്റം കുറിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എൻ്റെ എല്ലാവിധ പ്രാർത്ഥനയും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നേരുകയാണ്. നേരിട്ട് വരാൻ പറ്റിയില്ല, കുറച്ച് ഓട്ടത്തിലാണ്. 9-ാം തീയതി ഞാനിവിടെ ഇല്ല, ദുബായി പോവാണ്. അതുകൊണ്ടാണ്. ദേവിക്കുട്ടി, ഓൾ ദി ബെസ്റ്റ്. ലവ് യു. നമസ്കാരം. മെയ് 9-ാം തീയതി നൃപാലയിൽ അരങ്ങേറ്റം കുറിക്കുന്ന 11 കുഞ്ഞുമക്കൾക്കും ബാക്കി പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ദേവി ചേച്ചി, ഓൾ ദി ബെസ്റ്റ്. ഗംഭീരമാവട്ടെ. എല്ലാവിധ പ്രാർത്ഥനകളും. നമസ്കാരം, ഞാൻ സരയു. ഈ വരുന്ന മെയ് 9-ന് വൈകുന്നേരം നൃപാലയ നൃത്ത വിദ്യാലയത്തിന്റെ കീഴിൽ നമ്മുടെ പ്രിയപ്പെട്ട ദേവിചന്ദ്ര ചേച്ചിയുടെ ശിക്ഷണത്തിൽ അരങ്ങേറുന്ന 11 കുഞ്ഞുമക്കൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. അതിനോടൊപ്പം തന്നെ നൃപാലയിലും സ്വരലയിലും അന്ന് പെർഫോം ചെയ്യുന്ന എല്ലാവർക്കും ആശംസകളും നേരുന്നു. നല്ലൊരു സായാഹ്നം എല്ലാവർക്കും ഒത്തുചേർന്ന് ആഘോഷിക്കാനും അരങ്ങേറാനും സാധിക്കട്ടെ. എല്ലാ ആശംസകളും. നമസ്കാരം. എല്ലാവർക്കും ദേവിചന്ദന ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. രംഗപ്രവേശത്തിന്റെ ദിവസമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു, രാവിലെ തന്നെ ഗണപതി ഹോമവും സരസ്വതി പൂജയും ചെലങ്ക പൂജയും ഒക്കെ നടന്നു. ആ ഒരു ചടങ്ങിൽ വെച്ചാണ് എല്ലാവരും ദക്ഷിണ തന്ന് അനുഗ്രഹം വാങ്ങിച്ച് ചെലങ്ക മേടിച്ചു. ഇനി നമ്മൾ രാവിലെ തന്നെ നമ്മളുടെ പ്രോഗ്രാം നടക്കുന്ന ഹാളിലേക്ക് പോവുകയാണ്. അമ്പനാകുളങ്ങര ബ്ലൂ സഫയർ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നമ്മളുടെ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ രാവിലെ 10 മണിക്ക് തന്നെ മേക്കപ്പും തുടങ്ങുകയാണ്. കാരണം 11 കുട്ടികൾ അരങ്ങേറാനുണ്ട്. ബാക്കി 9 പേര് അവരുടെ കൂടെ കളിക്കാനുള്ള സീനിയർ ചേച്ചിമാരും വരുന്നുണ്ട്. അങ്ങനെ 20 പേര് റെഡി ആവണം. അപ്പം അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ മേക്കപ്പ് തുടങ്ങുകയാണ്. മേക്കപ്പ് കൈകാര്യം ചെയ്യുന്നത് ചങ്ങനാശ്ശേരി പ്രസാദേട്ടൻ, ദീപുച്ചേട്ടൻ, സുനിലേട്ടൻ, അബി. 4 പേർക്കും ദക്ഷിണയൊക്കെ വെച്ച് കുട്ടികൾ ആദ്യമായിട്ട് അവരുടെ മുഖത്ത് ചായം ഇടുന്ന ഒരു മഹനീയമായ ഒരു ചടങ്ങാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെല്ലാം വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഇത്ര രാവിലെ തന്നെ മേക്കപ്പ് ചെയ്ത് വൈകുന്നേരം വരെ ഇതൊന്നും കളയാതെ ഇരിക്കുക എന്ന് പറഞ്ഞ നമ്മൾക്കും ഒരു വലിയ അധ്വാനമാണ് കേട്ടോ. ഇവരെയൊക്കെ അടക്കി ഇരുത്തുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കോസ്റ്റ്യൂമും എല്ലാം ചെയ്തു തന്നിരിക്കുന്നത് പ്രസാദേട്ടൻ തന്നെയാണ്. നമുക്ക് ഓർണമെൻറ്റ്സ് എല്ലാം നമ്മൾ എടുത്തിരിക്കുന്നത് നർത്തകിയിൽ നിന്നാണ്, എറണാകുളത്തുനിന്ന്.
മേക്കപ്പൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ്. എല്ലാവരും തലമുടിയൊക്കെ കെട്ടി മേക്കപ്പൊക്കെ ചെയ്തു. ഇതിനൊക്കെ ഒരു മുഖ്യ നേതൃത്വം കൊടുത്തുകൊണ്ട് എൻ്റെ അമ്മയും ജലജാമ്മയും കൂടെ തന്നെ ഉണ്ടായിരുന്നു ഫുൾ ടൈം. അതൊരു വലിയ അനുഗ്രഹം തന്നെയായിരുന്നു. എല്ലാവരും മേക്കപ്പ് ചെയ്ത് ഡ്രസ്സൊക്കെ ചെയ്ത് ലാൽത്തയൊക്കെ ഇട്ട് ഇനിയും നമ്മളുടെ പക്കമേളം കൈകാര്യം ചെയ്യുന്ന എല്ലാ മാഷുമാർക്കും ദക്ഷിണ വെച്ച് അവരെനിക്കും ദക്ഷിണ വെച്ചു കേട്ടോ. അവരെനിക്കൊരു സാരിയും ഒക്കെ തന്നു. അതും വലിയൊരു സന്തോഷം. ഒരു കോയിൻ തന്നു. അപ്പം അത് വളരെ സർപ്രൈസ് ആയിരുന്നു എനിക്ക്. അതും ഒരു വലിയ സന്തോഷം തന്നെ. മാഷുമാർക്ക് കുഞ്ഞുമക്കളുടെ ഡ്രസ്സ് എടുത്തു കൊടുത്തിരുന്നു. അതേ കളറിലെ ജുബയും ഒക്കെ ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ അതേ കളറിലെ തന്നെ സെറ്റുമുണ്ട് ഞാനും കൊടുത്തു. അപ്പം ഞങ്ങളും യൂണിഫോമിൽ തന്നെയായിരുന്നു. പക്കമേളം അധ്യാപകരോടൊപ്പം തന്നെ എൻ്റെ ഗുരുനാഥനായ RLV പ്രദീപ് കുമാറും എത്തി. അതൊരു കുഞ്ഞുമക്കളെ അനുഗ്രഹിച്ചു. അതും ഏറെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. മാഷിൻ്റെ സാന്നിധ്യവും തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു. അരങ്ങേറ്റക്കാരുടെ ഡ്രസ്സിൻ്റെ കോമ്പിനേഷൻ നമ്മൾ കാണുന്നത് പോലെ ഗ്രീനും റെഡും കൂടെ ആയിരുന്നു. റെഡ് സാരിയിൽ ഗ്രീൻ കളർ ബ്ലൗസും സെൻറ്റർ പ്ലീറ്റ്സുമായിട്ട് സ്ഥിരം കാണുന്ന പാറ്റേൺ ആണെങ്കിലും എല്ലാവർക്കും ചേരുന്ന ഒരു കോമ്പിനേഷനാണ് ഈ റെഡ് ഗ്രീൻ പാറ്റേൺ. അല്ലാതെ സീനിയർ സ്റ്റുഡൻസിന് ഡാർക്ക് പർപ്പിൾ കളറിൽ ഒരു മജന്ത ബോർഡർ ആയിരുന്നു. അതിൻ്റെ കോമ്പിനേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. പിങ്കിൽ നേവി ബ്ലൂ കോമ്പിനേഷനിൽ സ്വരലയുടെ കുട്ടികളും ഡ്രസ്സ് ഇട്ടു. എല്ലാവരും നല്ല ഭംഗിയായിരുന്നു. വിശേഷങ്ങളൊന്നും ഇവിടെ തീർന്നിട്ടില്ല. ഇതിപ്പം ഗെറ്റിംഗ് റെഡി മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശേഷം സ്റ്റേജിൽ.